ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അത് പരിചയം ഉണ്ടാവും. കള്ളനും പോലീസും. ഞങ്ങളുടെ വെക്കേഷൻ ടൈം ആവുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ചെറിയ പേപ്പർ കഷ്ണങ്ങളിൽ ഇങ്ങനെ ഓരോ ചെറിയ ക്യാരക്ടേഴ്സിന്റെ പേര് എഴുതി അവർക്ക് ഓരോ പോയിന്റുകൾ ഞങ്ങൾ കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ കള്ളൻ 0 പോയിന്റ്, പോലീസിന് ഇത്ര പോയിന്റ്, മന്ത്രിക്ക് ഇത്ര പോയിന്റ്, ഭടന് ഇത്ര പോയിന്റ്, രാജാവിന് ഇത്ര പോയിന്റ്, രാജ്ഞിക്ക് ഇത്ര പോയിന്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേപ്പറിൽ എഴുതി അത് ഞങ്ങളിങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ലോട്ടിട്ട് ഓരോരുത്തരും ഓരോ പേപ്പർ കഷ്ണങ്ങൾ എടുക്കും. ഏത് ക്യാരക്ടറിനെയാണോ കിട്ടുന്നത് ആ ക്യാരക്ടറിന്റെ പോയിന്റ് നമ്മൾ വേറൊരു പേപ്പറിൽ എഴുതും. അങ്ങനെ പല റൗണ്ട് ഈ ഗെയിം നടത്തി അവസാനം വിജയിക്കുന്നയാളെ നമ്മൾ എന്തെങ്കിലും ഒരു കിരീടോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ ഗെയിമിൽ രാജാവിനാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് പറയാൻ കാരണം ഈ ഞായറാഴ്ച നമ്മൾ ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. രാജാവായ ഈശോയെ നമ്മൾ ആഘോഷപൂർവ്വം നമ്മളുടെ രാജാവായ ഈശോയിലുള്ള വിശ്വാസം പ്രഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അന്നേ ദിവസം നമ്മൾ കാറ്റീസും കുട്ടികളൊക്കെ സാധാരണ എല്ലാ പള്ളികളിലും പ്രഘോഷണ റാലിയൊക്കെ നടത്താറുണ്ട്. വളരെ മനോഹരമായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ നമ്മൾ ഓരോ വർഷവും ഇത് വളരെ കൂടുതൽ ഭംഗിയാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ സുവിശേഷങ്ങളിലൂടെ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ രാജാവായ ഈശോ മറ്റു രാജാക്കന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. സാധാരണ രീതിയിൽ ഒരു രാജാവ് എന്ന് പറയുന്നത് പോലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ വളരെ പ്രതാപശാലിയായ ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗെയിമിൽ തന്നെ രാജാവിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം എന്ന് പറയുന്നത് രാജാവ് എന്ന് പറയുന്നത് എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും സ്വീകരിക്കാൻ ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും നമ്മൾ രാജാവിനെ ചിത്രീകരിക്കാറ്. പക്ഷേ സുവിശേഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈശോ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈശോ എന്ന് പറയുന്ന രാജാവ് മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. നമ്മൾ പഴയ നിയമത്തിലെ ചില രാജാക്കന്മാരെ നമുക്കൊന്ന് പരിശോധിക്കാം. അവരുടെ ജീവിതവും ഈശോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രബലനായ ഒരു രാജാവാണ് സാവൂൾ രാജാവ്. അദ്ദേഹത്തിന്റെ തുടക്കം വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം മാറുന്നതായിട്ട് നമ്മൾ പഴയ നിയമഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. വീണ്ടും നമുക്ക് വളരെ പരിചിതനായ ഒരു രാജാവാണ് ദാവീദ് രാജാവ്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദേവാലയം നിർമ്മിക്കാനൊക്കെ തുടക്കം കുറിച്ച വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു രാജാവാണ് ദാവീദ് രാജാവ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒത്തിരിയേറെ വീഴ്ചകളും കുറവുകളും സംഭവിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു രാജാവ് ഈ ദാവീദ് രാജാവിന്റെ മകനായ സോളമൻ രാജാവാണ്. പിതാവിനേക്കാളും വളരെ ശക്തനായ വിജ്ഞാനിയായ ഒരു രാജാവായിരുന്നു സോളമൻ രാജാവ്. ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതും സോളമന്റെ കാലത്താണ്. പക്ഷെ ഈ സോളമന്റെ ജീവിതത്തിലും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഈ പഴയ നിയമഗ്രന്ഥത്തിൽ ഈ രാജാക്കന്മാരെല്ലാം അവരുടെ ഭൗതികമായ ശക്തി അവർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവർ വീണു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഈശോ എന്ന് പറയുന്ന രാജാവ് ഭൗതികമായ ഒരു രാജാവായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനേക്കാൾ അപ്പുറം ദൈവികമായ ഒരു രാജ്യത്വത്തെ കുറിച്ചാണ് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് ഈശോയുടെ തന്നെ ഒരു വചനമാണ്. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ വിധിക്കപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? ഈശോ അതിന് കൊടുക്കുന്ന മറുപടി എന്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ എല്ലാം രാജസങ്കല്പം എന്ന് പറയുന്നത് വളരെ ഭൗതികമായ സമ്പത്തുള്ള ഒത്തിരിയേറെ വിസ്തൃതമായ രാജ്യമുള്ള ഒരു രാജാവാണെങ്കിൽ ഈശോ പറയുന്നു ഈശോയുടെ രാജ്യത്വം എന്ന് പറയുന്നത് അങ്ങനെ ഭൗതികമായ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അതിനപ്പുറമുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, ഈ രാജ്യത്തിന്റെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫരിസേയര് മിശിഹ എന്ന് പറയുന്നത് ദാവീദിന്റെ രാജാവാണ് എന്നതിനെ കുറിച്ച് അവർക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഈ രാജാവ് എന്ന് പറയുന്നത് എപ്പോഴും ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഈശോ എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ മാത്രം അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല, മറിച്ച്
ഈ പ്രപഞ്ചം മുഴുവന്റെയും അധിപനാണ് ഈശോ എന്ന രാജാവെന്ന് ഈശോ അതിലൂടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിലെ അംഗങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമുക്ക് ആ രാജ്യത്തിന്റെ അംഗമായി നിലനിൽക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈശോ തന്നെ തൻ്റെ വചനത്തിലൂടെ പറയുന്നുണ്ട്. ഈശോ പറയും, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെല്ലാം ഈശോയുടെ രാജ്യത്തിലെ അംഗങ്ങളാണ്. ഈ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കാനുള്ള സന്ദേശമാണ്. നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ഈശോയുടെ രാജ്യത്തിലെ അംഗങ്ങളായി മാറുകയാണ് എന്ന് ഈ സുവിശേഷ ഭാഗവും ഈ തിരുനാളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ ദൈവവിളിയായിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. കൊച്ചുത്രേസ്യക്ക് ഈ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് തന്റെ ദൈവവിളി സ്നേഹം എന്ന് പറയാൻ കാരണം. സ്നേഹിക്കുന്നവരെല്ലാം ഈശോയുടെ രാജ്യത്തിലെ അംഗങ്ങളായിട്ട് തീരുന്നു. യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖന ഭാഗത്ത് ദൈവത്തെക്കുറിച്ച് നിർവചിക്കുന്നത് പോലും ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്താൽ തന്നെ ദൈവം സ്നേഹമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിലെ അംഗങ്ങളായി മാറുമ്പോൾ നമ്മളും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും സ്നേഹത്തിന്റെ പ്രവാചകരായിട്ട് മാറാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.